മിസലേനിയസ് നോൺ ബാങ്കിംഗ് കമ്പനികളിൽ 1,00,000 കോടിയുടെ ബിസിനസ് എന്ന നേട്ടം ഇന്ത്യയിൽ ആദ്യമായി കൈവരിച്ചിരിക്കുകയാണ്. ഒരു ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുകയാണ് KSFE. വാർഷിക ബിസിനസ് 1,00,000 കോടി രൂപ കവിഞ്ഞിരിക്കുന്നു. സ്വപ്നതുല്യമായ നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് മുഖ്യമന്ത്രി നടത്താനിരിക്കുകയാണ്. ഏതായാലും KSFEയുടെ ചെയർമാൻ കെ വരദരാജൻ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം അതിഥിയായി എത്തുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അഭിനന്ദനങ്ങൾ കൂടി പറയുകയാണ് കേരളത്തെ അഭിമാന നേട്ടത്തിന്റെ നറുകയിലെത്തിച്ചതിന്. വളരണം വാനോളം എന്നുള്ളതാണ് KSFEയുടെ ആപ്തവാക്യം. അത് ഇന്ന് ചേഞ്ച് ആവുകയാണ്. മുഖ്യമന്ത്രി പുതിയ ആപ്തവാക്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഏതായാലും അതിലേക്ക് ഞാൻ കടക്കാം. വാനോളം ഉയർന്ന ആ വളർച്ചയെക്കുറിച്ച് ആദ്യം പറഞ്ഞു തരൂ. ഈ വളർച്ച വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഒരു കാര്യം, കേരളീയരെ വികസിതമോ അർത്ഥവികസിതവുമായ ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിതാവസ്ഥയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതായിരുന്നു. അത് കേരളത്തിൽ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് 48,000 കോടി രൂപയുടെ അധിക ബിസിനസ് ഞങ്ങൾക്ക് ചെയ്യാനായി എന്നുള്ളത്. രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 52,000 കോടി രൂപയുടെ ബിസിനസ് ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ 1,00,000 കോടി രൂപയിലേക്ക് ഈ ബിസിനസ് വർദ്ധിച്ചത്. അതിനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ സാമ്പത്തികമായ ഉന്നമനം കേരളീയ സമൂഹം നേടി എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഈ വളർച്ച. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമകരമായ ജനങ്ങളുടെ ജീവിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഇത് എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഈ അനുകൂല സാഹചര്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ KSFEയുടെ കൂട്ടായ പരിശ്രമം, അതേപോലെ തന്നെ ജനങ്ങളുടെ നിർലോഭമായ സഹകരണം, മറ്റെല്ലാ മേഖലകളിൽ നിന്നും ലഭിച്ച സഹകരണവും ആണ് ഞങ്ങളെ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചത്. തീർച്ചയായും KSFEയുടെ ജീവനക്കാർ, ഞങ്ങളുടെ ഇടപാടുകാർ, പൊതുജനം, അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകരുമൊക്കെ എല്ലാ കാലത്തും KSFEയുടെ വളർച്ചയ്ക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുകയും ഞങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സർക്കാർ കഴിഞ്ഞ 9 വർഷങ്ങളിൽ പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് പല സാഹചര്യങ്ങളിലും നമ്മൾ കണ്ടതാണ്. ഓരോ ദുരന്തമുഖത്തായാലും പ്രകൃതി ദുരന്തങ്ങളിലായാലും ഏത് രീതിയിലാണ് സർക്കാരിൻ്റെ ഇടപെടൽ എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കാനുള്ള, കേരളത്തിന് ലഭിക്കാനുള്ള സാമ്പത്തിക പാക്കേജുകളൊന്നും തരാത്തൊരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ നിലനിൽപ്പ് തന്നെ, സാമ്പത്തികമായ കേരളത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലൊക്കെയാണ് സാധാരണ മനുഷ്യന്മാരെ, സാധാരണ ജനങ്ങളെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിൽ വലിയൊരു നേട്ടം ഇപ്പോൾ KSFE കൈവരിച്ച നേട്ടം എന്ന് പറയുന്നത് ചില്ലറയല്ല, ചെറുതല്ല. ജനങ്ങളുടെ വിശ്വാസ്യതയെ ആർജിക്കുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ വളരണം വാനോളം എന്ന വാക്യമുദ്രയായിരുന്നു. അത് മാറുകയാണ്. ഇനി നാടിൻ്റെ ധൈര്യം, ഈ നാടിൻ്റെ ധൈര്യം എന്ന വാക്യമുദ്ര ഇന്ന് എന്തായാലും മുഖ്യമന്ത്രി അനൗൺസ് ചെയ്യാനിരിക്കുകയാണ്. KSFE ഒരു ധൈര്യമാണ് സാധാരണ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ജനങ്ങൾക്ക്. അന്നന്ന് ജോലിക്ക് പോയി ആ കൂലി കൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് മുന്നോട്ടുള്ള ഒരു കരുതൽ, മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ കൂടിയായി മാറുന്നുണ്ട് KSFE. അത്തരത്തിലുള്ളൊരു വിശ്വാസ്യത ആർജിച്ചെടുക്കാൻ KSFEക്ക് ഇത്രയും വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുള്ളത് ഉണ്ട് എന്നുള്ളത് വലിയ നേട്ടമാണ്. പല ചിട്ടികളും പൊട്ടിപ്പോകുന്നതും, പല സഹകരണ ബാങ്കുകൾ വലിയ രീതിയിലുള്ള കൊള്ള നടത്തുന്നതും, നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തത് കൊണ്ട് മരണങ്ങൾ വരെ സംഭവിക്കുന്ന സമയത്ത് കൂടിയാണ് നമ്മൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. തീർച്ചയായും KSFEയുടെ വിശ്വാസ്യത എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ ഗ്യാരണ്ടിയുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ്. ഗവൺമെൻറ്റിൻ്റെ ഷെയറാണ് പൂർണ്ണമായിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ 100 കോടിയായിരുന്നത് ഇപ്പോൾ 200 കോടിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് KSFEയിൽ നിക്ഷേപിക്കുന്ന ഏത് നിക്ഷേപത്തിനും ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ ഗ്യാരണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പൈസ പോലും ഒരാൾക്കും നഷ്ടപ്പെടുകയില്ല ഒരു സാഹചര്യത്തിലും എന്നതാണ് KSFEയുടെ വിശ്വാസ്യതയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് വളരെ സുതാര്യമായ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും KSFEയുടെ പ്രവർത്തനങ്ങളിൽ അവർക്ക് ഇടപെട്ട് അന്വേഷണം നടത്തി
എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നുള്ളതടക്കം അവർക്ക് പരിശോധിക്കാനുള്ള സുതാര്യമായ എല്ലാ സംവിധാനങ്ങളും KSFE ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ആധുനിക സാങ്കേതിക വിദ്യകൾ ഒരു വലിയ വികസിതമായ ബാങ്കുകളിൽ ഉള്ളതുപോലെ തന്നെ KSFEയിലും ഞങ്ങൾക്ക് കൊണ്ടുവരാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ജനങ്ങൾക്കുള്ള വിശ്വാസം നിലനിർത്തി കൊണ്ടുപോകുന്നതിന് KSFEയിലെ ജീവനക്കാർ മറ്റേതൊരു പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ഗവൺമെൻറ് സർവീസിലോ ഉള്ളതിനേക്കാൾ പ്രത്യേകിച്ചും സേവന തൽപരരായ ജീവനക്കാരാണ് KSFEയിലുള്ളത്. അവരുടെ മുൻകൈയോടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം വിജയിപ്പിക്കാനാവുന്നത് എന്നതും ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാനാവില്ല. ആ നിലയിൽ ഇപ്പോൾ 50 ലക്ഷത്തിലധികം ആളുകളാണ് KSFEയിൽ ഇടപാടുകാരായിട്ടുള്ളത്. ഞങ്ങൾക്കത് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം നാട്ടിലെ പാവപ്പെട്ടവർ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്നവർ, തെരുവ് കച്ചവടക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ജനവിഭാഗങ്ങളിലേക്കും കൂടി KSFEയുടെ പ്രവർത്തനങ്ങൾ ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ഇടപെടൽ നടത്താൻ കഴിയുന്ന പദ്ധതികൾ ഞങ്ങളിപ്പോൾ തന്നെ ആലോചിച്ച് വച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ താമസം വിന നടപ്പാക്കി ഇന്നുള്ള ഇടപാടുകാരുടെ എണ്ണത്തിൻ്റെ ഇരട്ടി എണ്ണത്തിലേക്ക് KSFEയുമായി കേരളീയ സമൂഹത്തെ ബന്ധപ്പെടുത്തും എന്നുള്ളതാണ്. 121 രാജ്യങ്ങളിൽ നിന്നും KSFEയുടെ ചിട്ടി ഞങ്ങളുടെ ബിസിനസ് സെൻറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടാണ് പ്രവാസി ചിട്ടി നടത്തുന്നത്. ഇപ്പോൾ 121 രാജ്യങ്ങളിലെ മലയാളികൾ ചിട്ടിയിൽ ചേർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ്. കാരണം അത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിലെ കേരളമൊഴികെയുള്ള സംസ്ഥാനങ്ങളിലെ മലയാളികൾ KSFEയുടെ ചിട്ടിയുമായും മറ്റ് സാമ്പത്തിക ഇടപെടലുകളുമായും സഹകരിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിട്ടി മാത്രമല്ല, ഞങ്ങളുടെ ഭവന നിർമ്മാണ വായ്പ, ഇപ്പോൾ ഞങ്ങളുടെ സ്വർണ്ണപ്പണയ വായ്പ 4.25% പലിശ മുതലാണ് ഞങ്ങൾ പലിശ ഈടാക്കുന്നത്. ഇപ്പോൾ 12,000 കോടി രൂപയുടെ സ്വർണ്ണപ്പണയ വായ്പ KSFEയിലുണ്ട്. 4 വർഷങ്ങൾക്ക് മുമ്പ് അത് 2,800 കോടിയായിരുന്നു. അവിടെ നിന്നാണിപ്പോൾ 12,000 കോടിയിലേക്ക് സ്വർണ്ണപ്പണയ വായ്പ വർദ്ധിപ്പിക്കാനായത്. അതേപോലെ തന്നെ പേഴ്സണൽ ലോണും മറ്റ് സാമ്പത്തിക സഹായങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഞങ്ങൾക്കുള്ള ലാഭം കൊയ്തെടുക്കുക എന്ന ലക്ഷ്യമൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങൾക്കറിയാം, കോവിഡിൻ്റെ കാലത്തും വെള്ളപ്പൊക്കത്തിൻ്റെ കാലത്തിലും കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അത്തരം സംരംഭങ്ങളിൽ ഏർപ്പെട്ടവർക്ക് പലിശ ഇളവ് നൽകുക എന്നതായിരുന്നു ഞങ്ങൾ പ്രധാനമായിട്ടെടുത്തത്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 518 കോടി രൂപയാണ് ആ തരത്തിൽ ജനങ്ങൾക്ക് ഞങ്ങൾ ആശ്വാസമായി നൽകിയത്. അതേപോലെ തന്നെ ഞങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു നല്ല ഭാഗം ഗുണഭോക്താക്കൾക്ക് തന്നെ, ഇടപാടുകാർക്ക് തന്നെ വിവിധ പദ്ധതികളിലൂടെ നൽകുന്നുണ്ട്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നടക്കുന്ന പരിപാടിയിൽ കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്നത് തന്നെ ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ ചിട്ടിയിൽ ചേരുന്നവർക്ക് കൊടുക്കുന്ന സിവിൽ സപ്ലൈസിൻ്റെ ഓണക്കിറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും കൂടിയാണ്. അപ്പോൾ ആ നിലയിൽ ഇപ്പോൾ തന്നെ ചിട്ടിയിൽ ചേരുന്ന 10 പേരിൽ ഒരാൾക്ക് 2,000 രൂപയുടെ പെട്രോ കാർഡ് ഞങ്ങൾ IOCയുമായി ചേർന്നിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിലുള്ള സമ്മാന പദ്ധതികൾ പലതും നടപ്പാക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 16-17 കോടി രൂപ അതിനുവേണ്ടി ഓരോ വർഷവും സാമ്പത്തിക വർഷവും ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ലാഭകരമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നിയമാനുസൃതമായി കൊടുക്കേണ്ട CSR ഫണ്ടും നല്ല നിലയിൽ വിനിയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പരാതിക്കും ഇടയില്ലാതെ ഏറ്റവും അർഹതപ്പെട്ട മേഖലകളിലാണ് അത് എത്തിക്കുന്നത് എന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാനാവും. ആ നിലയിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട്, ജനപക്ഷത്ത് നിന്നുകൊണ്ട് പരമാവധി വളർച്ചയുണ്ടാക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഇനിയും ഞങ്ങൾക്ക് മുന്നേറേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിലെ ആദ്യത്തെ ചുവടുവയ്പ്പാണ് 1 ലക്ഷം കോടി രൂപയുടെ വാർഷിക വിറ്റുവരവിലേക്ക് എത്തിയത്. അതിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും ഞങ്ങൾ കടപ്പെട്ടവരാണ്. ഞങ്ങൾക്കുള്ള നന്ദിയാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ഇന്നത്തെ ഉച്ചയ്ക്കലെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടുകൂടി ആ നന്ദി ആവർത്തിച്ച് പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അങ്ങയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, KSFE ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ളതാണ് എന്നുള്ളതായിരുന്നു പറച്ചിൽ, അത് മാറിക്കിട്ടി ജനകീയമായി, ആശംസകൾ എന്ന് പറയുന്നുണ്ട്. ഒരു പ്രേക്ഷകന്റെ ഭാഗത്തു നിന്ന് വന്ന അഭിപ്രായമാണ്. ഏറ്റവും ശരിയായ നിഗമനമാണ്.
തെറ്റായ ചില ധാരണകൾ KSFE കുറിച്ചുണ്ട്. ഇപ്പോഴും ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രചരണങ്ങൾ KSFE വളർന്നു വരികയും തങ്ങളുടെ സാമ്രാജ്യം മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ കാണുന്ന തൽപരകക്ഷികളും അതിൻ്റെ പിന്നിലുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ അതൊന്നും തന്നെ KSFEയുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ, ജനകീയ പിന്തുണയിൽ, ജനങ്ങളുടെ സഹകരണത്തിൽ ഒരു തരത്തിലും വിഘാതമാകുന്നില്ല എന്നതാണ് ഇതിലൂടെ തെളിയുന്ന ഒരു കാര്യം. വളരെ നന്ദി. ഏതായാലും എല്ലാവിധ ആശംസകളും KSFEക്ക്. ഇനിയും വളരട്ടെ, മുന്നോട്ട് വാനോളം വളരട്ടെ. ഇപ്പോൾ ലഭിച്ച നേട്ടത്തെക്കാളും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ടേൺ ഓവർ ഉണ്ടാക്കി കേരളത്തിൻ്റെ നട്ടലായി മാറാൻ KSFEക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. കൈരളീസ് പ്രേക്ഷകർക്ക് നന്ദി. KSFE ചെയർമാൻ K വരദരാജനാണ് KSFEയുടെ നേട്ടത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത്.